മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. പൂരവിളംബരം അറിയിച്ച് തെക്കേ ഗോപുരനട തള്ളിത്തുറക്കുന്നത് ഇത്തവണയും എറണാകുളം ശിവകുമാർ. ഈ മാസം 29-നാണ് ചടങ്ങ് നടക്കുന്നത്. വിശദാംശങ്ങളുമായി തൃശൂരിൽ നിന്നും അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, തൃശൂർ പൂരത്തിന് മുന്നോടിയായിട്ടുള്ള പൂരവിളംബരം അറിയിച്ചുകൊണ്ടുള്ള തെക്കേ ഗോപുരനട തള്ളിത്തുറക്കാൻ ഇത്തവണയും ശിവകുമാർ തന്നെയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഭദ്ര, ഇന്ന് നടന്ന കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ യോഗത്തിലാണ് ഘടക ക്ഷേത്രങ്ങളുടെ ഭാരവാഹികൾ തമ്മിൽ ചേർന്ന യോഗത്തിലാണ് ഈ ഒരു തീരുമാനം ഉണ്ടായത്. 2021 ആദ്യമായി എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുരനട തട്ടി തുറന്ന് പൂര വിളംബരം അറിയിക്കുന്ന ചടങ്ങ് ആദ്യമായി നിർവഹിച്ചത്. അതിനുശേഷം 2022 ഇപ്പോൾ 2023 ഈ നിയോഗം എറണാകുളം ശിവകുമാറിന് തന്നെ വന്നു ചേർന്നിരിക്കുകയാണ്. ഇത് തുടർച്ചയായി 3-ാം തവണയാണ് എറണാകുളം ശിവകുമാർ ഈ ചടങ്ങ് ഇപ്പോൾ നിർവഹിക്കാനായി നിയോഗിക്കപ്പെടുന്നത്. കുറ്റൂർ നെയ്തിലക്കാവ് ഭഗവതിയാണ് പൂരത്തലേന്ന് എറണാകുളം ശിവകുമാറിന്റെ ശിരസിലേറി വിളംബരം നടത്താനായി വടക്കുന്നാഥിന്റെ തെക്കേ ഗോപുരനടവാതിൽ തട്ടിത്തുറക്കുന്ന ആ ചടങ്ങ് നടന്നു വരുന്നത്. ഇപ്പൊ ഇതിനോടൊപ്പം തന്നെ ഘടക ക്ഷേത്രങ്ങൾക്കുള്ള കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ധനസഹായവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇക്കാര്യവും ഇന്ന് നടന്ന യോഗത്തിൽ തീരുമാനിച്ചു. മുൻ വർഷങ്ങളിൽ നൽകിയതിനേക്കാളും തുക വർദ്ധിപ്പിച്ച് നൽകാനും ഇത്തവണ തീരുമാനമായി. അതുപോലെ തന്നെ ടൂറിസം വകുപ്പിൽ നിന്ന് നൽകുന്ന ധനസഹായവും അടക്കം പൂരത്തിന് മുന്നോടിയായി തന്നെ ഈ 2 തുകകളും ഘടക ക്ഷേത്രങ്ങൾക്ക് നൽകാൻ ഇന്ന് ചേർന്ന ബോർഡ് യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. 29-നാണ് ഈ ചടങ്ങ് നടക്കുക. 2019 തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന ആന അവസാനമായി ഈ ചടങ്ങ് നിർവഹിച്ചത്. ഈ ചടങ്ങ് ഇത്രയും ജനകീയമാവാൻ ഉള്ള ഒരു കാരണവും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്നൊരു ആനയായിരുന്നു. 2020 കോവിഡ് സാഹചര്യത്തിൽ ഈ ചടങ്ങ് നടന്നിരുന്നില്ല. തുടർന്ന് 2021 ആദ്യമായി ഈ ചടങ്ങ് നിർവഹിക്കാനായി എറണാകുളം ശിവകുമാറിന് നിയോഗിച്ചത്. ഇതിപ്പോൾ 3-ാം തവണയാണ് ഈ ചടങ്ങ് എറണാകുളം ശിവകുമാർ ഇപ്പോൾ നിയോഗിക്കാനായി പോകുന്നത്. ഭദ്ര. ശരി അനീഷ്, തൃശൂർ പൂരത്തിന് മുന്നോടിയായുള്ള പൂരവിളംബരം അറിയിച്ചുകൊണ്ട് തെക്കേ ഗോപുരനട തള്ളിത്തുറക്കുന്നത് ഇത്തവണയും എറണാകുളം ശിവകുമാർ. ഈ മാസം 29-നാണ് ചടങ്ങ് നടക്കുന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെതാണ് തീരുമാനം. അതേസമയം ഘടകക്ഷേത്രങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം വർദ്ധിപ്പിക്കാനും യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. തൃശൂരിൽ നിന്നും വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അനീഷ് ആന്റണി.